വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വാർത്തയുടെ 4ാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ISROയുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണ ദൗത്യത്തിലൂടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹം NVS-02. വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29-നാണ്. വിക്ഷേപണ റോക്കറ്റ് GSLV F-15. ISROയുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണ ദൗത്യത്തിലൂടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹം NVS-02. വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29-നാണ്. വിക്ഷേപണ റോക്കറ്റ് GSLV F-15. 2025 38ാമത് ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡ്. 2025 38ാമത് ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡ്. 2025 38ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയത് സർവീസസ്. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ഹരിയാന. കേരളത്തിന്റെ സ്ഥാനം 14ാമതാണ്. 2025 38ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയത് സർവീസസ് ആണ്. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ഹരിയാന, 14ാമതാണ് കേരളം. ഇന്ത്യയിൽ പത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 29. ഇന്ത്യയിൽ പത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 29. ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ? അയർലൻഡ്. ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ? അയർലൻഡ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നിലവിൽ വന്നത് 2025 ജനുവരി 27-ന്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് 2025 ജനുവരി 27-ന്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനെയാണ്. വൈശാഖന്റെ യഥാർത്ഥ നെയിം MK ഗോപിനാഥൻ നായർ. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. യഥാർത്ഥ പേര് MK ഗോപിനാഥൻ നായർ. 2025 ജനുവരി 28-ന് ഏത് ആണവ ശാസ്ത്രജ്ഞന്റെ ജന്മശതാബ്ദിയാണ് ആഘോഷിച്ചത്? ഡോക്ടർ രാജാ രാമണ്ണ. 2025 ജനുവരി 28-ന് ഏത് ആണവ ശാസ്ത്രജ്ഞന്റെ ജന്മശതാബ്ദിയാണ് ആഘോഷിച്ചത്? ഡോക്ടർ രാജാ രാമണ്ണ. 2024 ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. 2024 ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദ് അൽ-ഷാര. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദ് അൽ-ഷാര. 2025 S. ഗുപ്തൻ നായർ പുരസ്കാര ജേതാവാരാണ്? പ്രൊഫസർ SK വസന്തൻ. 2025 S. ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തൻ. നാഡീരോഗ വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി 2025 ഫെബ്രുവരിയിൽ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? പൂനെ, മഹാരാഷ്ട്ര. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി 2025 ഫെബ്രുവരിയിൽ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? പൂനെ, മഹാരാഷ്ട്ര. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻശു ശുക്ല. എത്രാമത് ജയ്പൂർ സാഹിത്യോത്സവമാണ് 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ ജയ്പൂരിൽ നടന്നത്? 18ാമത്. എത്രാമത് ജയ്പൂർ സാഹിത്യോത്സവമാണ് 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ ജയ്പൂരിൽ നടന്നത്? 18ാമത്. വ്യവസായ കുതിപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ജനുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തിന്റെ പേര് ഇൻവെസ്റ്റ് കേരള. വ്യവസായ കുതിപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ജനുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തിന്റെ പേര് ഇൻവെസ്റ്റ് കേരള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് നടന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് നടന്നത്.
ഇത്തവണത്തെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. ഇത്തവണത്തെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KP ശങ്കരൻ. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മലയാളി ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയ ഉത്തരേന്ത്യൻ സമുദ്രമേഖലയിലെ തന്നെ ആദ്യ ഡെഡ് സോൺ ഏത് തീരത്തോട് ചേർന്നാണ്? വിശാഖപട്ടണം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മലയാളി ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയ ഉത്തരേന്ത്യൻ സമുദ്രമേഖലയിലെ തന്നെ ആദ്യ ഡെഡ് സോൺ ഏത് തീരത്തോട് ചേർന്നാണ്? വിശാഖപട്ടണം. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ പാരാമൈറോത്തേസിയം ട്രാവൻകോബോട്ടേസ് എന്ന കുമിൾ കേരളത്തിലെ വനത്തിൽ മാത്രം കാണുന്ന ഏത് സസ്യത്തിനാണ് ഭീഷണിയാകുന്നത്? കാട്ടുകാപ്പി. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ പാരാമൈറോത്തേസിയം ട്രാവൻകോബോട്ടേസ് എന്ന കുമിൾ കേരളത്തിലെ വനത്തിൽ മാത്രം കാണുന്ന ഏത് സസ്യത്തിനാണ് ഭീഷണിയാകുന്നത്? കാട്ടുകാപ്പി. 40 വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് സൗത്ത് ജോർജിയയുടെ അടുത്ത് തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമല A23A. 40 വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് സൗത്ത് ജോർജിയയുടെ അടുത്ത് തീരക്കടലിൽ ഉറച്ച ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല A23A. ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത്? US. ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത്? US. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ആദ്യമായി എത്തിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ഏത് മലയാള സാഹിത്യകാരന്റെ കൃതികളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി റീഡർ പുറത്തിറക്കുന്നത്? MT വാസുദേവൻ നായർ. ഏതു മലയാള സാഹിത്യകാരന്റെ കൃതികളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി റീഡർ പുറത്തിറക്കുന്നത്? MT വാസുദേവൻ നായർ. കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത അഞ്ജു രതി റാണ. കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത അഞ്ജു രതി റാണ. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ബാറ്റർ സ്റ്റീവ് സ്മിത്ത്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ബാറ്റർ സ്റ്റീവ് സ്മിത്ത്. ഗുജറാത്തിലെ ജാംനഗറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം വനതാര. ഗുജറാത്തിലെ ജാംനഗറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം വനതാര. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിന്റെ അന്താരാഷ്ട്ര ക്യാമ്പയിൻ വിഭാഗത്തിൽ സിൽവർ സ്റ്റാർ പുരസ്കാരം നേടിയ കേരള ടൂറിസത്തിന്റെ ക്യാമ്പയിൻ കം ടുഗെദർ വിത്ത് കേരള. ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിന്റെ അന്താരാഷ്ട്ര ക്യാമ്പയിൻ വിഭാഗത്തിൽ സിൽവർ സ്റ്റാർ പുരസ്കാരം നേടിയ കേരള ടൂറിസത്തിന്റെ ക്യാമ്പയിൻ കം ടുഗെദർ വിത്ത് കേരള. സൗരജാലയുടെ അപൂർവ ചിത്രം ഇന്ത്യയുടെ ആദിത്യ L1 പകർത്തിയത് എന്നാണ്? 2025 ഫെബ്രുവരി 28. സൗരജാലയുടെ അപൂർവ ചിത്രം ഇന്ത്യയുടെ ആദിത്യ L1 പകർത്തിയതെന്ന് 2025 ഫെബ്രുവരി 28. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് എവിടെയാണ് സ്മാരകം നിർമ്മിക്കുന്നത്? രാജ്ഘട്ടിനടുത്ത് രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് എവിടെയാണ് സ്മാരകം നിർമ്മിക്കുന്നത്? രാജ്ഘട്ടിനടുത്ത് രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ. ബംഗളൂരു സെൻട്രൽ സർവകലാശാലയുടെ പുതിയ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകലാശാല. ബംഗളൂരു സെൻട്രൽ സർവകലാശാലയുടെ പുതിയ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകലാശാല. കേരള നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? മന്ത്രി ആർ ബിന്ദു. കേരള നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചതാരാണ്? മന്ത്രി ആർ ബിന്ദു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏകദിന ക്രിക്കറ്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മസ്താന. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏകദിന ക്രിക്കറ്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മസ്താന. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ അരവിന്ദ് ചിദംബരം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ അരവിന്ദ് ചിദംബരം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ തലക്കെട്ട് ബെയ്ജിങ്ങിന് ശേഷമുള്ള 30 വർഷങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും അവലോകനം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ തലക്കെട്ട് ബെയ്ജിങ്ങിന് ശേഷമുള്ള 30 വർഷങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളുടെ അവലോകനം. ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം.
ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.